ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഫേക്ക് നെയിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റാപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഡിസൈനൊന്നും ഇല്ലാത്ത ആ ഒരു പോർഷനില്ലേ, ആ നടുക്കുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെയിൽ എക്സ്റ്റൻഷൻസ് ഇപ്പോൾ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ അങ്ങനെ വാങ്ങിച്ച ഫേക്ക് നെയിൽസ് മിക്കതും ഒറ്റ യൂസിൽ ഡാമേജ് ആയിപ്പോയി. ചിലത് കിട്ടിയപ്പോൾ തന്നെ ഒടിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. അപ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നെയിൽ എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയാലോ എന്ന് നോക്കിയത്. അപ്പോൾ പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു ഡിസൈൻ ഇല്ലാത്ത ആ ഒരു ഭാഗം ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് നമ്മളൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് സ്ട്രിപ്പിനെ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് പെൻസിലിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഈ സ്ട്രിപ്പ് നമുക്ക് ടൈറ്റായിട്ടൊന്ന് പെൻസിലിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ചുറ്റിയെടുക്കാം. എന്നിട്ട് ചുറ്റിയെടുത്തിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ പെൻസിൽ റിമൂവ് ചെയ്തെടുക്കണം. ഇനി ബാലൻസ് ഉള്ള സെല്ലോ ടേപ്പ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു സ്റ്റീൽ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ എടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് റോളിനെ ഇട്ട് വയ്ക്കണം. ഒരു 1 hour അതായത് ഈ ഒരു വാട്ടർ നന്നായിട്ട് തണുക്കുന്ന ആ ഒരു സമയം വരെയും ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നെയിൽസിൻ്റെ ഭാഗം കുറച്ച് കേളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി വെള്ളം തണുത്ത് കഴിഞ്ഞാൽ സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് റോളിനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട നീളവും വീതിയൊക്കെ നോക്കിയിട്ട് കൈയുടെ അളവ് വെച്ചിട്ട് ആ അളവിന് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഷാർപ്പ് എഡ്ജസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഓരോ നെയിൽസ് ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ യൂഷ്വൽ നെയിൽസിൻ്റെ സ്കിന്നിനോട് ചേർന്നുള്ള ഭാഗം തൊട്ട് മേളിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് അത്രയും തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു പ്ലാസ്റ്റിക് റോളിൽ നിന്ന് ഒരു 10 പീസസ് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ 5 നമുക്ക് എടുത്ത് ആദ്യം നെയിൽസിൽ വയ്ക്കാനും പിന്നെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജസ് വരുവാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഉപയോഗിക്കാനും പറ്റും.
ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫേക്ക് നെയിൽസ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത്